ഏറെക്കുറെ ലോകം മൊത്തം സഞ്ചരിച്ച് കഴിഞ്ഞ ഒരാളാണ്. എത്ര സ്ഥലങ്ങൾ പോയിട്ടുണ്ട്? ഏകദേശം എത്ര പെർസെന്റേജ് കവർ ആയിട്ടുണ്ട്? ചെറിയ കുറച്ചൊക്കെ ഉള്ളൂ, 20% പോലും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഉള്ളത് പാകിസ്ഥാനിലെ ലാഹോറിലെ ഒരു ദില്ലി ഗേറ്റ് ഉണ്ട്, അവിടെ അടുത്തുള്ളൊരു സ്ഥലമാണ് ഇത്. അന്റാർട്ടിക്കയിൽ കാലുകുത്തി ഇന്ത്യൻ പതാക നമ്മൾ ഉയർത്തി. പാകിസ്ഥാൻ പാകിസ്ഥാനിലെത്തിയ ആദ്യത്തെ മലയാളി വ്ളോഗർ. റെസ്ട്രിക്റ്റഡ് ആണ്, നമ്മുടെ കൂടെ എപ്പോഴും തോക്ക് പിടിച്ച് പോലീസുകാരുണ്ടാവും. ആണോ? പിന്നെ അങ്ങനെ നമ്മളെല്ലായിടത്തേക്കൊന്നും വിടുകയൊന്നുമില്ല. അവര് പറയണ ഒരു സ്ഥലത്തോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ബ്രൂണെ എന്ന് പറയുന്നൊരു ചെറിയ രാജ്യമുണ്ട്, അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഭയങ്കര ഒരു റേസിസം പോലത്തെ ഒരു സംഭവം ഫീൽ ചെയ്തത്. അപ്പം അവിടെ വെച്ചിട്ടാണ് ഒരാൾ ഇന്ത്യനാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് എന്നോട് ഭയങ്കര ഷൗട്ട് ചെയ്ത് ഇടിക്കാനൊക്കെ വന്നതിലേക്ക് വന്നു. എങ്ങനെയാ ഇപ്പൊ അന്റാർട്ടിക്കയിലേക്കുള്ള ആ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്ത് വന്നത്? 2022 ഞാനിത് ബുക്ക് ചെയ്തു. നമുക്ക് ഷിപ്പ് വഴിയേ പോകാൻ പറ്റുള്ളൂ, കാരണം സോളോ ട്രിപ്പ് നടക്കില്ല ആ സ്ഥലത്തോട്ട്. എക്സ്പെൻസ് ഒരു 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. ഞാൻ പോകാനായിട്ടൊരു 3-4 ദിവസം കൂടി ഉള്ളൂ. ആ സമയത്താണ് വിസ, അവിടുത്തെ ഏജന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ വിസ റിജക്ഷൻ ആണ്. ഒന്നാമത് ഈ ഫണ്ടൊന്നും റീഫണ്ട് അല്ല, 10 പൈസ തിരിച്ചു കിട്ടൂല. അപ്പോൾ ഫ്ലൈറ്റിന്റെ പൈസ ഏതാണ്ട് 8 ലക്ഷം രൂപയൊക്കെ കൊളവായി. അങ്ങനത്തെ ഭയങ്കര സിറ്റുവേഷൻ ആയിരുന്നു. അത്രയും എമൗണ്ട് അത്രയും ലോസ് ആവാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ കയ്യിൽ വേറെ ഫണ്ടൊന്നും ഇല്ലാത്തൊരു, ഇത്ര നാളും കൂട്ടി വെച്ച പൈസ അല്ലേ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഏറെക്കുറെ ലോകം മൊത്തം സഞ്ചരിച്ച് കഴിഞ്ഞ ഒരാളാണ് ഷൻ. ഹലോ. ശരിക്കും ലോകം മൊത്തം സഞ്ചരിച്ചോ? ഇല്ല, അതിന്റെ വഴിയിലാണ്. എത്ര സ്ഥലങ്ങൾ പോയിട്ടുണ്ട്? ഏകദേശം എത്ര പെർസെന്റേജ് കവർ ആയിട്ടുണ്ട്? ചെറിയ കുറച്ചൊക്കെ ഉള്ളൂ, 20% പോലും ഇല്ലെന്ന് തോന്നുന്നു. കുറച്ച് രാജ്യങ്ങൾ കവർ ചെയ്തല്ല ഞാൻ പോകുന്നത്, ഞാൻ സ്ഥലങ്ങൾ ബേസ് ചെയ്താ പോകുന്നത്. അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളു. ലോകം മൊത്തം ഒന്നും ആയിട്ടില്ല. എന്തായാലും ലോകം മൊത്തം ആവട്ടെ. സാധ്യത കുറവാണ്. ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറെ എന്താ ലോകത്തിന്റെ ഏറ്റവും താഴ്ന്ന സ്ഥലത്തുള്ള കാഫെയോ ബാറോ, ഡെഡ് സീ, ലോകത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശദമായിട്ട് എഴുതിയൊക്കെ ഇടുമല്ലോ. അപ്പോഴേക്കും ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇതെങ്ങനെ അവിടേക്ക് എത്തിപ്പെടുന്നത്? ഇങ്ങനെ കുറെ സ്ഥലത്തൊക്കെ പോകാൻ കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇല്ല. അത് ഓരോ രാജ്യത്തിന്റെ അനുസരിച്ച് ബുദ്ധിമുട്ടും വരും, ചിലപ്പോൾ നല്ല മാറി വരും. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഓക്കെ, ഇത് എപ്പോ മുതലാ അപ്പോ ഇങ്ങനത്തെ ഒരു പാഷൻ? ഇത് പാഷൻ ആണോ പ്രൊഫഷൻ ആണോ? പ്രൊഫഷൻ ആക്കി എടുത്തു. പാഷൻ പ്രൊഫഷൻ ആക്കിയ. അതായത് പണ്ടും ഇപ്പൊ യൂട്യൂബിൽ ഇല്ലാത്ത കാലത്തും ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ 19 വയസ്സുള്ളപ്പോഴൊക്കെയാണ് ഞാൻ നോർത്ത് ഈസ്റ്റ് ഒക്കെ ട്രെയിൻ കയറിപ്പോയി. അവിടെയൊക്കെ അന്നൊന്നും വീഡിയോ ഒന്നുമില്ല. പക്ഷെ പിന്നീടാണ് ഈ യൂട്യൂബിന്റെ ഒരു ഇതൊക്കെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ അതിനകത്തേക്ക് വന്നതാണ്. ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു 2018 തൊട്ടാണ് കണ്ടിന്യൂസ് ഇട്ട് തുടങ്ങുന്നത്. 2016 തൊട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. പക്ഷെ അന്നൊക്കെ ജസ്റ്റ് ഒരു തമാശക്ക് ഇടുന്ന വോയിസ് ഒന്നും ഇല്ലാത്ത വീഡിയോസാണ്. 2018 വോയിസ് വെച്ച് ആദ്യം ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അന്നോട്ട് ഇന്ന് വരെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. കൂടുതലും ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു നല്ല വശങ്ങൾ ഉണ്ടാവും, കുറച്ച് കഷ്ടപ്പാടുണ്ടാവില്ലേ? ഇല്ല, എനിക്ക് എന്നെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് പോകണാണ് ഇഷ്ടം. അത് ഓരോരുത്തരുടെ രീതിയാണ്. ചിലർക്ക് ഭയങ്കര ഗ്രൂപ്പായിട്ട് പോകണമാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് കൂടുതൽ ഒറ്റയ്ക്ക് പോകാനാണ് താല്പര്യം. എൻ്റെ ഇഷ്ടത്തിന് ഓരോ സ്ഥലത്ത് ഇപ്പോൾ 2-3 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെയൊക്കെ ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ചില സമയത്ത്. അതൊന്നും പ്രശ്നമല്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഫുഡിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, സ്റ്റേ ചെയ്യണതിൻ്റെ ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ ഓരോ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. ഗ്രൂപ്പിൻ്റെ ഒരു ഇതാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല, നേരെ എവിടെ വേണമെങ്കിലും പോകാം. ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഐറ്റിനറി പോകുന്നു. നമ്മുടെ ഇഷ്ടം, നമ്മുടെ സമയം. ഓക്കെ. ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കാരണം ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെയും സഞ്ചരിച്ചിട്ടില്ലേ? അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ
ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്, പേടിപ്പെടുത്തുന്നതോ? അങ്ങനെ വലിയ പേടിയൊന്നും തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ഏത് സിറ്റുവേഷൻ വന്നാലും അത് കവർ ചെയ്ത് പോവും. എന്ന് വെച്ചാൽ അത് യാത്ര ചെയ്യുന്നതിൻ്റെ ഗുണമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി ജീവിതത്തിൽ തന്നെ വരും. ട്രാവൽ ചെയ്യണതിൻ്റെ ഒരു ഗുണം അതാണ്. ഇപ്പോൾ ഏത് പ്രശ്നം വന്നാലും നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ട്രാവലിങ്ങിൽ പല പ്രശ്നങ്ങൾ സംഭവിക്കും. ഇപ്പോൾ നമ്മളെ ബസ് മിസ്സായി പോവുക, അല്ലെങ്കിൽ ട്രെയിൻ മിസ്സായി പോകുന്നത് അടക്കം, അല്ലെങ്കിൽ ഏതെങ്കിലും ബാഡ് സിറ്റുവേഷൻ, ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. എൻ്റെ മൊബൈലൊക്കെ പോയിട്ടുണ്ട്, അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അർജന്റീനയിൽ വെച്ചിട്ട്. അപ്പം അങ്ങനത്തെ വലിയ സിറ്റുവേഷൻ വരുമ്പോഴും നമ്മളതിനൊക്കെ പരിഹാരം കണ്ടെത്തിയായിരിക്കും പോവുക. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്കതുപോലെ ഫേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് വന്നാലും ഒരു വിഷയമല്ല, അതൊക്കെ പൊക്കോളും എന്നുള്ളൊരു ചിന്ത വരും. ഈ പോയ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ടല്ലോ, പോയതിൽ അത്രയ്ക്കും, അതായത് എനിക്ക് അവിടെ നിന്ന് തിരിച്ചു പോവണ്ട എന്ന് തോന്നിയ ഏതെങ്കിലും സ്ഥലമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ കുറേ സ്ഥലമുണ്ട്. ഓരോ സ്ഥലം ചെല്ലുമ്പോഴും ഇഷ്ടപ്പെടും. എനിക്ക് ബാലിയൊക്കെ ഒന്നും കൂടി പോയാൽ കൊള്ളുന്നുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ്. അതൊക്കെ ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. അങ്ങനെ കുറെ ഉണ്ട്. ആലോചിച്ചിരുന്ന എല്ലാ സ്ഥലത്തും വീണ്ടും വീണ്ടും പോകാൻ തോന്നും. ഇപ്പൊ അതായത് ഏതൊരാളോടും പറയാം, നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അത് ഏതായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു തായ്ലൻഡ് നല്ലൊരു ഓപ്ഷനാണ്. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും മലയാളികൾ പോകുന്ന സ്ഥലമാണ്. ഒരു ചീത്തപ്പേരുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷെ പൊതുവെ അറിയപ്പെടുന്നത് അങ്ങനെയാണെങ്കിലും പക്ഷെ അങ്ങനെയല്ല. ആക്ച്വലി അത് എന്ന് വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നത്. അതായത് ഏത് പ്രായക്കാർക്കും പോകാൻ പറ്റിയ സ്ഥലമാണ് തായ്ലൻഡ്. ഇപ്പോൾ ഒരു വയസ്സുള്ള വെച്ചാണെങ്കിലും അവർക്ക് പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഒരു 80 വയസ്സുള്ള ആളാണ് പോകണമെങ്കിൽ അവർക്ക് പറ്റിയ സ്ഥലങ്ങളുണ്ട്. കപ്പിൾസിന് പറ്റിയത്, ഫ്രണ്ട്സ് ഗ്രൂപ്പ്, ഏത് പ്രായക്കാർക്കും പറ്റിയ സ്ഥലമാണ് തായ്ലൻഡ്. അത് അവിടുത്തെ ടൂറിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് തായ്ലൻഡിലെ സോങ്ഗ്രാം ഫെസ്റ്റിവലിൽ പോയിട്ട് വന്നേ ഉള്ളൂ. കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഫോക്കസ് ചെയ്ത് പോവാറുണ്ടോ? കുറച്ചൊക്കെ. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? ഞാനിപ്പോ റീസെന്റ് പോയത് അത് നല്ല രസമുള്ള പരിപാടിയാണ്. അതായത് സോങ്ഗ്രാൻ ഫെസ്റ്റിവൽ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററി ആയിട്ടൊക്കെ ബന്ധമുണ്ട്. നമ്മുടെ മകരസംക്രാന്തി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സെയിം സംഭവം തന്നെയാണ്. അതായത് ഹോളി ഉണ്ടല്ലോ, ഹോളിയിൽ നമ്മൾ കളറ് എറിയുന്ന പോലെ ഒരു വെള്ളമാണ് ഒഴിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ ഫൈറ്റ് ആണ്. ഗണ്ണില് വെള്ളം നിറച്ചിങ്ങനെ ഭയങ്കര രസമാണ് അത്. അപ്പോൾ അവര് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ആൾക്കാർ നടന്ന് നമ്മൾ കാലൊക്കെ പോകും. പക്ഷെ ഭയങ്കര വൈബാണ്. പക്ഷെ നമുക്ക് ആര് വേണമെങ്കിലും വെള്ളം ഒഴിക്കാല്ലേ? നമുക്ക് എവിടെ വേണമെങ്കിലും വെള്ളം ഒഴിക്കാം. പുറത്തിറങ്ങിയാൽ വെള്ളം ഒഴിക്കുക, ആരെങ്കിലും ഒഴിക്കുക. അത് തണുത്ത വെള്ളം ഒഴിക്കണം, ഐസിട്ട വെള്ളം. അത് ഭയങ്കര, ഞാൻ പങ്കെടുത്തതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ അതാണ്. ഇനി ഓരോ സ്ഥലങ്ങളിലൊക്കെ ഉള്ളപ്പോൾ പോകണം. ഇതുവരെ കവർ ചെയ്യാത്ത, അതായത് ഭയങ്കര അത്രയും ആഗ്രഹം ഉണ്ടായിട്ടും എത്തിപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഇല്ല, ഞാൻ ഓൾമോസ്റ്റ് ആഗ്രഹിച്ച എന്താണ് അതൊക്കെ നേടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പണ്ട് ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഓൾറെഡി പോയി. ഇനിയുള്ള പുതിയ മിഷൻസ് ആണ്, പുതിയ കാര്യങ്ങളാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ചെറുപ്പം തൊട്ട് ഒരുപാട് ആഗ്രഹം പോവാൻ സ്ഥലങ്ങൾ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും ആദ്യം ബക്കറ്റ് ലിസ്റ്റിൽ ടിക്ക് ചെയ്തത് ഏത് സ്ഥലമായിരുന്നു? ബക്കറ്റ് ലിസ്റ്റിൽ അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ഏറ്റവും ആദ്യം ചിലപ്പോൾ പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഓരോ സാഹചര്യങ്ങൾ പോലെ ഇരിക്കും. ഇപ്പം അന്റാർട്ടിക്ക പോകണമെന്ന് ചെറുപ്പം തൊട്ടൊരു ഇതിങ്ങനെ മനസ്സിൽ കിടപ്പണം. അന്റാർട്ടിക്ക എപ്പോഴെങ്കിലും കാണണം, പക്ഷെ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളൊരു ചിന്ത അന്നും ഉണ്ട്. പക്ഷെ ഞാനത് പോയിട്ട് വന്നു. അപ്പോൾ അത് പക്ഷെ പോകാനെടുത്ത് ഞാൻ 3-4 വർഷം എടുത്ത് അത്രയും പ്ലാൻ ചെയ്യാനും അതിൻ്റെ ഫണ്ട് ഉണ്ടാക്കാനും. ഭയങ്കര എക്സ്പെൻസീവ് ട്രിപ്പാണത്. അപ്പം അങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഈ ബക്കറ്റ് ലിസ്റ്റിൽ ടിക്ക് ഇടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആദ്യം ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടെന്നുകൊണ്ട് പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി നോക്കണം, സിറ്റുവേഷൻ നോക്കണം, അങ്ങനെ നോക്കിയിട്ടാണ് പോകുന്നത്. എങ്ങനെയാ ഇപ്പൊ അന്റാർട്ടിക്കയിലേക്കുള്ള ആ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്ത് വന്നത്? അത് ഞാൻ 2021 ഇതിന്റെ പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2022 ഞാനിത് ബുക്ക് ചെയ്തു. നമുക്ക് ഷിപ്പ് വഴിയേ പോകാൻ പറ്റുള്ളൂ. കാരണം സോളോ ട്രിപ്പ് നടക്കില്ല ആ സ്ഥലത്തോട്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഷിപ്പിൽ പോകണം. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും, 10-200 പേരുണ്ടാവും. എക്സ്പെഡിഷൻ ഷിപ്പ് ഉണ്ട്, ഇതുകൂടാണ്ട് ക്രൂയിസ് ഷിപ്പ് ഉണ്ട്. അത് പക്ഷേ ലാൻഡ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് അതിലിങ്ങനെ കറങ്ങി വന്ന ട്രിപ്പാണ് ക്രൂയിസ് ഷിപ്പ്. 10,000-4,000 പേരുടെ ട്രിപ്പാണ്. അത് പോയിട്ട് കാര്യമില്ല.
പക്ഷെ എക്സ്പെഡിഷന് പോകണം, പക്ഷെ എക്സ്പെൻസ് ഒരു 10 ലക്ഷം രൂപക്ക് മുകളിൽ വരും. ഓ, അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. ഈ ഫണ്ട് ഉണ്ടാക്കണം. 10 ലക്ഷം രൂപ അല്ലേ? അത് മിനിമം അത്രയും വരും, അതിപ്പോൾ അതിൽ കൂടുതൽ വരും. അപ്പോൾ ആ ഫണ്ടിൻ്റെ ഒരു മെയിൻ, ഇപ്പം ഇനി ഫണ്ട് ഉണ്ടെങ്കിലും നമുക്ക് പോകാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് അർജന്റീന വഴി പോകാൻ പറ്റുള്ളൂ, കാരണം അർജന്റീന സ്റ്റാർട്ട് ചെയ്യണം. അന്റാർട്ടിക്ക പോകാൻ വിസയൊന്നും വേണ്ട, പക്ഷെ അർജന്റീനയിൽ ചെന്നിറങ്ങണമെങ്കിൽ വിസ വേണമല്ലോ. ഈ സാധനം കിട്ടാൻ ഭയങ്കര പാടാണ്, പ്രത്യേകിച്ച് നമ്മുടെ പാസ്പോർട്ടിൽ അമേരിക്കൻ വിസ എന്തെങ്കിലും ഇല്ലെങ്കിൽ പാടായിരിക്കും. പിന്നെ ഞാൻ 2022 ഈ സംഭവം ബുക്ക് ചെയ്തു, അഡ്വാൻസ് കൊടുത്ത് ഷിപ്പ് ബുക്ക് ചെയ്തു. അപ്പോഴും എൻ്റെ കയ്യിൽ ഫുൾ പേയ്മെന്റ് ഇല്ല. എന്നിട്ട് ഞാനിങ്ങനെ ഓരോ ഫണ്ടൊക്കെ കൂട്ടി വെച്ച് കിട്ടുന്ന കാശൊക്കെ സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു ടൈം ആയപ്പോൾ ബാക്കി പേയ്മെന്റും കൊടുക്കണം. ഏതാണ്ട് 6 ലക്ഷം രൂപ അന്ന് എനിക്ക് വന്നായിരുന്നു, ടോട്ടൽ ഷിപ്പിന്റെ പേയ്മെന്റ് മാത്രം. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് 2 ലക്ഷം എക്സ്ട്രാ, പിന്നെ ബാക്കി ചിലവ്, അങ്ങനെ കുറേ വേറെ വരും. അപ്പം ഈ സംഭവമൊക്കെ ബുക്ക് ചെയ്ത ശേഷം വിസക്ക് കൊടുക്കണം. അർജന്റീന വിസക്ക് അപേക്ഷിക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലെ എംബസി പോയി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യണം. അപ്പം ഞാൻ അപേക്ഷിച്ചു, ഇന്റർവ്യൂവിന് ചെന്നു. ഞാൻ പോകാനുള്ള, അപ്പോൾ വിസ കിട്ടിയോ ഇല്ലെന്ന് നമ്മൾ പാസ്പോർട്ട് കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വിസ ഞാൻ പോകാനായിട്ടൊരു 3-4 ദിവസം കൂടി ഉള്ളൂ. ആ സമയത്താണ് വിസ, അവിടുത്തെ ഏജന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ വിസ റിജക്ഷൻ ആണ്. അപ്പോൾ ഒന്നാമത് ഈ ഫണ്ടൊന്നും റീഫണ്ട് അല്ല, 10 പൈസ തിരിച്ചു കിട്ടൂല. അപ്പോൾ ഫ്ലൈറ്റിന്റെ പൈസ ഏതാണ്ട് 8 ലക്ഷം രൂപയൊക്കെ കൊളവായി. അങ്ങനത്തെ ഭയങ്കര സിറ്റുവേഷൻ ആയിരുന്നത്. അതാ പറഞ്ഞ ഈ യാത്രയിൽ ഇങ്ങനത്തെ അത്രയും എമൗണ്ട് അത്രയും ലോസ് ആവാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ കയ്യിൽ വേറെ ഫണ്ടൊന്നും ഇല്ലാത്തൊരു, ഇത്ര നാളും ഉണ്ടാക്കി വെച്ച കൂട്ടി വെച്ച പൈസ അല്ലേ. അപ്പൊ അങ്ങനത്തെ അന്നത്തെ മാനസികാവസ്ഥയൊക്കെ ഭയങ്കര സീനായിരുന്നു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായി, പുള്ളി വഴി ആദ്യം എയർലൈന് മെയിൽ അയച്ചു. കാരണം എയർലൈൻ 2.5 ലക്ഷം രൂപയുടെ ഫ്ലൈറ്റാണ് ബുക്ക് വെച്ചാണ് അപ്പ് ആൻഡ് ഡൗണൊക്കെ. അത് ക്യാൻസൽ ചെയ്യാൻ പറ്റണില്ല, എന്തോ പ്രശ്നം. എന്നിട്ട് എയർലൈൻ എന്ന് വെച്ചാൽ എത്യോപ്യൻ എയർലൈൻസ് ആയതുകൊണ്ട് ഇവിടെ ഓഫീസൊന്നുമില്ല, എത്യോപ്യയിലോട്ട് വിളിക്കണം. അവരെ കസ്റ്റമർ കെയറിൽ വിളിച്ച് ഇമെയിൽ അയച്ച് അങ്ങനെ എന്തോ ഭാഗ്യത്തിന് 8,000 രൂപ എന്തോ മൈനസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് തിരിച്ചു കിട്ടി. ഫ്ലൈറ്റിൻ്റെ കാര്യം റെഡിയായി പിറ്റേ ദിവസം തന്നെ. പക്ഷേ ഇനി ഷിപ്പിൻ്റെ കേസുണ്ട്. ഷിപ്പിൻ്റെ ഇതിന് ഇത്രയും വലിയ എമൗണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് എനിക്ക് കൂട്ടുകാരനാണെങ്കിൽ മെയിലൊക്കെ പ്രിപ്പയർ ചെയ്ത് തരുന്നത്, എന്ന് വെച്ചാൽ നല്ല പ്രൊഫഷണലായിട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവരെ ഷിപ്പ് കമ്പനിക്കും ഇതിൻ്റെ കുറേ ആൾക്കാർക്കൊക്കെ മെയിൽ അയച്ച്. അപ്പോൾ ആദ്യം ഒരു റെസ്പോൺസ് വന്നില്ല, പക്ഷേ എൻ്റെ സീറ്റ് വേറെ ആൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നു. കാരണം എനിക്ക് വരാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവരത് വേറെ സെല്ല് ചെയ്യും. അപ്പം അതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു മെയിൽ വഴി. എന്നിട്ട് അവസാനം ഞാൻ വേറെ മെയിലൊക്കെ വെച്ച്, ഞാൻ ഇൻഫ്ലുവൻസറാണ്, ഇത്ര ഫോളോവേഴ്സൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഫൈലൊക്കെ വെച്ചിട്ട് ഇവരുടെ കമ്പനിയിലെ ഹെഡിനും ഒക്കെ അയച്ചു. അവസാനം അവിടുന്ന് തീരുമാനം വന്ന്, നിങ്ങളുടെ ഈ ട്രിപ്പ് അടുത്ത വർഷത്തേക്ക് മാറ്റിത്തരാന്ന് പറഞ്ഞു. റീഫണ്ട് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു അത് മതി, ഞാൻ അതാ പ്ലാൻ ചെയ്യണം, അടുത്ത വർഷം മതി. എന്നിട്ട് നെക്സ്റ്റ് ഇയർ 2023 ട്രിപ്പാണ് ഞാൻ ബുക്ക് ചെയ്തത്, 2022. അതിനാണ് ഈ പ്രശ്നം വന്നത്. 2024 ഇവരത് ചേഞ്ച് ചെയ്തു. എന്നിട്ട് അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു, അത് ഫണ്ട് അവിടെ കിടന്നോളും, കുഴപ്പമില്ല, അടുത്ത വർഷമാണെങ്കിൽ പോകാലോ, നഷ്ടപ്പെട്ടു പോയില്ലല്ലോ. പിന്നെ നമുക്ക് ഏതാണ്ട് ഈ ഫ്ലൈറ്റ് ക്യാൻസലേഷനും ഹോട്ടൽ അങ്ങനെ അല്ല ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഒക്കെ എടുക്കുന്നു അർജന്റീനയിൽ, അങ്ങനത്തെ കുറച്ച് നഷ്ടമൊക്കെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഡൽഹിയിൽ ഫ്ലൈറ്റ് പിടിച്ചു പോയത് തന്നെ 30,000 രൂപയായി ഫ്ലൈറ്റ് ടിക്കറ്റ്, ഭയങ്കര എമൗണ്ട് ആയിരുന്നു ആ സമയത്ത്. 1 ലക്ഷം രൂപയുടെ നഷ്ടം വന്നെന്നാലും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അടുത്ത വർഷമാകുമ്പോഴേക്കും ഞാൻ അപ്പോഴേക്കും വേറെ കുറേ രാജ്യങ്ങളും കൂടി കവർ ചെയ്ത് കുറച്ചും കൂടി പാസ്പോർട്ടൊന്ന് സ്ട്രോങ് ആക്കി. അതിൻ്റെ ഇടയ്ക്ക് ഓസ്ട്രേലിയ പോയി, ന്യൂസിലാൻഡ് പോയി. ഇതൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി മേജർ കൺട്രീസ് ആയതുകൊണ്ട് ഇവത് മെയിൻ റിജക്ഷൻ വരുന്ന റീസൺ ഈ ഇന്ത്യൻസ് ഇല്ലീഗലായിട്ട് അമേരിക്കയിലോട്ട് കിടക്കുക എന്നുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് നമുക്ക് റിജക്ഷൻ വരുന്നത്. അതാണ് അർജന്റീന വിസ കിട്ടാൻ അത്ര പാട്. അതിനകത്ത് ഒരു അമേരിക്കൻ പാസ്പോർട്ടിൽ, നമ്മുടെ പാസ്പോർട്ടിൽ അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ഇത്രയും പ്രശ്നമില്ല, നമുക്ക് വിസ അടിച്ച് ഈ വിസ എടുത്തൊക്കെ പോവാം. പക്ഷെ നമ്മളിൽ അതൊന്നും ആ സമയത്ത് ഇല്ല. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് രാജ്യങ്ങളൊക്കെ പോയിട്ട് ഈ വർഷം 2024 ആയപ്പോഴേക്കും ഈ വിസക്ക് വീണ്ടും കൊടുത്തു. പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി.
അപ്പോൾ ഓൾറെഡി റിജക്ഷൻ വന്നതിൻ്റെ കേസൊക്കെ അവർക്ക് ഹിസ്റ്ററി ഉണ്ടാവും. അപ്പോൾ അവർ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ചോദിച്ചു എന്താണ് റിജക്ഷൻ ആയത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങളെല്ലാം റിജക്റ്റ് ചെയ്തത്. ഞാൻ എല്ലാ കാര്യങ്ങളും പേപ്പറും ഒക്കെ നിങ്ങൾക്ക് തന്ന് ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ബുക്ക് ചെയ്തേക്കാണ്, ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തത്, ഞാനിങ്ങനെ എത്ര രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരു തരത്തിൽ കൺവിൻസ് ചെയ്ത്. ആദ്യത്തെ ഒരു ലേഡി ആയിരുന്നു, അവർ ഒന്നിനും അടുക്കുന്നില്ലായിരുന്നു. രണ്ടാമത്തെ ആളൊരു നല്ലൊരു അടിപൊളി വൈബിളൊരു ആളായിരുന്നു അവിടെ ഇൻ്റർവ്യൂ ആയിരുന്നു വെച്ചാൽ എംബസിയിൽ. അപ്പോൾ പുള്ളി എന്നിട്ട് രാവിലെ ഒരു ഇൻ്റർവ്യൂ വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ഉച്ചക്ക് വീണ്ടും വരാൻ പറഞ്ഞു. 2 തവണ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. രണ്ടാമത്തെ തവണ ഒരു ഇന്ത്യക്കാരനെ കൂടി പിടിച്ചിരുത്തിയിട്ടാണ് അവിടെ എംബസി തന്നെയുള്ള സ്റ്റാഫിനെയും കൂടി ഇരുത്തിയിട്ട് എന്നെ കുറേ ചോദ്യമൊക്കെ ചോദിച്ച് പാസ്പോർട്ടൊക്കെ നോക്കി ഓക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. എന്നെ അന്വേഷിക്കണം, നിങ്ങളുടെ റിജക്റ്റ് ചെയ്തല്ലോ, അപ്പോൾ ഒന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ജെനുവിൻ ട്രാവലറാണ്. ഞാൻ ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു ഞാൻ അമേരിക്കയിലോട്ട് പോകാൻ വന്നതല്ല, ഈ ഇല്ലീഗലായിട്ടൊന്നും പോകില്ല, ഈ ട്രിപ്പ് എൻ്റെ ഒരു ഡ്രീമാണ്, ഇത് പോയിട്ട് ഞാൻ തിരിച്ചു വരും. ഞാൻ ഓപ്പണായിട്ടൊക്കെ അതൊക്കെ പറഞ്ഞു. അതിലൊക്കെ കൺവിൻസ് ആയെന്ന് തോന്നുന്നു. പക്ഷേ 3 ആഴ്ച എടുത്ത് എനിക്ക് പാസ്പോർട്ട് കഴിക്കട്ടെ എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ട് ഫ്ലൈറ്റ് ഒന്നും ബുക്ക് ചെയ്തില്ല. ഇത്തവണ പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കണം. പക്ഷെ ഭാഗ്യത്തിന് അർജന്റീന വിസ അടിച്ചിട്ടാണ് പാസ്പോർട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ട്രിപ്പ് നടന്നു, ഇല്ലെങ്കിൽ അത് പണിയായനെ. പിന്നീട് കഴിഞ്ഞ വർഷം ഞാൻ US വിസ എടുത്ത്. ഇനിയിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, ഇനിയിപ്പോ കുറച്ചുകൂടി സിമ്പിൾ ഈസിയാവും. ഈ എന്ന് വെച്ചാൽ നമുക്ക് നോർമലി ഒരു 50ഓളം രാജ്യങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് ട്രാവൽ ചെയ്യാമെങ്കിൽ US വിസയും കൂടി അതിനകത്തുണ്ടെങ്കിൽ അതൊരു 70-80 മാറും, കുറച്ചും കൂടി ഈസി ആവും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു വലിയ സ്ട്രഗിളിങ് കഴിഞ്ഞിട്ടാണ് ആ ഒരു ട്രിപ്പ് നടത്തിയത്. പക്ഷേ അത്രയും സ്ട്രഗിൾ ചെയ്ത് അവിടെ ചെന്നതിന് ശേഷം എത്ര ദിവസം നിന്നു അവിടെ? 10 ദിവസത്തെ ട്രിപ്പ്. 10 ദിവസം കൊണ്ട് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്തു? അവിടെ മാക്സിമം പോയി. കുറെ ഐലൻഡുകൾ നമ്മൾ ലാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ എക്സ്പെഡിഷൻ ഷിപ്പിന്റെ പ്രത്യേകത. അന്റാർട്ടിക്കിൽ ലാൻഡ് ചെയ്യാം എന്ന് വെച്ചാൽ ഇറങ്ങാൻ പറ്റും നമുക്ക്. അപ്പോൾ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ലാൻഡ് ചെയ്യുന്നു. പിന്നെ പെങ്കിനെ കാണാം, തിമ്മിങ്കലം, പിന്നെ എന്താ പല ടൈപ്പ് പെങ്കിൻസ്, ഇതിനൊക്കെ കാണണമെങ്കിൽ അവിടെ പോയല്ലേ കാണാൻ പറ്റുള്ളൂ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്റാർട്ടിക്ക. ഓക്കെ. ഇപ്പൊ ഈ സോളോ ട്രാവൽ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പൊ ഇവിടെ ആണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ, എന്തൊക്കെ അവർ ശ്രദ്ധിക്കണം? കാരണം ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല, അപ്പൊ എന്തൊക്കെ ടിപ്സ് കൊടുക്കും ഒരു സോളോ ട്രാവലറിന്? ആക്ച്വലി ഇതിന് മാത്രം ശ്രദ്ധിക്കാനും കാര്യമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പോകുന്ന രാജ്യത്തെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല. ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഭയങ്കര മോഷണം നടക്കുന്ന രാജ്യം, ഇപ്പം അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, നമ്മൾ പുറത്തിറങ്ങി മൊബൈൽ പിടിച്ചിരുന്ന അപ്പോൾ പോകും. ഇപ്പോൾ അർജന്റീനയിൽ ഈ അന്റാർട്ടിക്കൻ ട്രിപ്പിലാണ് എൻ്റെ മൊബൈൽ പോയത്. അർജന്റീന ചെന്നപ്പോൾ ഭാഗ്യത്തിന് ട്രിപ്പ് അന്റാർട്ടിക്ക ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ അർജന്റീനയിൽ കറങ്ങാൻ ഇറങ്ങിയത്. അല്ലെങ്കിൽ ആ മൊബൈലും മറ്റേ വീഡിയോ എടുക്കാനുള്ള ക്യാമറ ഒന്നും ഉണ്ടാവില്ലായിരുന്നു, ആകെ പണിയാനെ. അത് പോയി. അത് ഞാനിങ്ങനെ വഴി കൂടി നടക്കുന്ന സമയത്ത് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണല്ലോ. അപ്പോൾ ട്രൈപോഡിൽ സാധനം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സൈക്കിളിൽ ബാക്കിൽ നിന്ന് വന്ന ഒരുത്തന്നെ ഇങ്ങനെ തട്ടിപ്പറിച്ചുകൊണ്ടുപോയി. ആക്ച്വലി നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റൂല, സൈക്കിളിലല്ലേ ഞാൻ നടക്കുകയാണ്. അതും കൊണ്ട് പോയി. ഞാനൊരു കാറുകാരൻ വന്നപ്പോൾ ആ പുള്ളി പുറകെ ചേസ് ചെയ്ത് നോക്കി കുറച്ചേരം. പക്ഷെ അത് സൈക്കിളായതുകൊണ്ട് ഒരു ഊടുവഴിയൊക്കെ പോകും, നമുക്ക് പാടാകട്ടെ. ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ടെക്നിക്ക് അറിയാവുന്നവരാ. മുമ്പിൽ നിന്ന് വന്ന് വെറുതെ എടുത്തോണ്ട് പോകില്ല, പുറകെ നിന്ന് വരുള്ളൂ, നമ്മൾ കാണുകയില്ല. സെക്കൻഡുകൾക്കുള്ളിൽ പോകും, നമ്മൾ എക്സ്പെക്റ്റും ചെയ്യില്ല. നമ്മൾ ഒരു 10 സെക്കൻഡിന് ആലോചിക്കുക എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ മൊബൈൽ പോയി. പക്ഷെ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ വേറെ എനിക്ക് 2 മൊബൈലുണ്ട്. ഞാൻ ഇങ്ങനെ സംഭവിക്കും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് 2 മൊബൈലായിട്ട് നടക്കണം. പേഴ്സണൽ ഫോൺ എപ്പോഴും പോക്കറ്റിലായിരിക്കും, വീഡിയോ എടുക്കണ വേറെ ക്യാമറയില്ല, മീൻസ് മൊബൈലില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞു. പക്ഷെ അവർക്ക് ഞാൻ പറയാം എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത് സ്പാനിഷാണ്, ലാംഗ്വേജ് പ്രശ്നമാണ്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്താൽ സംസാരിക്കണം. അപ്പോൾ അവിടെ ചെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ പോയി ഇരിക്കും എന്നാണ് പറയുന്നത്. അവരന്വേഷിക്കാനും വരുമൊന്നുമില്ല, നമുക്ക് പോയി അന്വേഷിക്കാനും പറ്റില്ല, കാരണം അതൊക്കെ ചേരി പ്രദേശമാണ്. ഇപ്പം മൊബൈലേ പോയുള്ളൂ, നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളും പറ്റില്ല. അവർ ഗണ്ണൊക്കെ ആയിട്ട് വരും ചിലപ്പോൾ. ഭയങ്കര ക്രൈം നടക്കുന്ന സ്ഥലമല്ലേ. ഈ ക്രൈം നടക്കുന്ന ഇങ്ങനത്തെ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഞാൻ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് സ്ഥലമാണ് പാപ്പുവ ന്യൂഗിനി. അവിടെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു? അവിടെ എന്ന് വെച്ചാൽ അത് ഭയങ്കര ഡൈവേഴ്സിറ്റി ഉള്ളൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ 1000ഓളം ഗോത്രങ്ങളും 800 ഗോത്രങ്ങളുണ്ട്. ഗോത്രവർക്കാരൻ 800 എണ്ണമാണ് ചെറിയ സ്ഥലത്ത്. നമ്മുടെ ഒരു
തമിഴ്നാടിൻ്റെ അത്രയുള്ള സ്ഥലമാണ്. ആ. അവിടെ ഉള്ളിൽ തന്നെ 800 ഗോത്രങ്ങളുണ്ട്. ഇവര് തമ്മിലുള്ള ഫൈറ്റ് വേറെ. ആ. ഇത് കൂടാണ്ട് 1000 ഭാഷയുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. 1000 ഭാഷയോ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷയുള്ള സ്ഥലമാണ് അതിൻ്റെ ഉള്ളിൽ. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങിയത് അവിടെ ഒരു 100 മീറ്റർ അപ്പുറത്തെ ഭാഷ മാറും. അങ്ങനത്തെ സ്ഥലമാണ്. കുറച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്ഥലമാണ്. നമ്മളൊരു 10ഓളം ട്രൈബ്സിനെ വിസിറ്റ് ചെയ്തു. അവരുടെ ആക്ടിവിറ്റീസ് കണ്ടു. നല്ല രസമുള്ള സ്ഥലമാണ്. പിന്നെ അവിടെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളെ ഞാൻ സെറ്റ് ചെയ്തു. കാരണം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്താൽ ഭയങ്കര ഡേഞ്ചറാണ്. ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മൊത്തം അടിച്ചുകൊണ്ട് പോയും ഉപദ്രവിക്കൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഭയങ്കര ക്രൈം റേറ്റ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഗൈഡിനെ ഹയർ ചെയ്ത് ഗൈഡിന്റെ ഒപ്പമാണ് കുറെ സ്ഥലത്തൊക്കെ പോയാ. പിന്നെ അവിടെ ഒരു അച്ഛൻ മലയാളീസ് ഉണ്ട്, പള്ളിയിലെ ഫാദറൊക്കെ ഉണ്ട്. മലയാളീസ് ഉണ്ട്, അവിടെ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മലയാളികൾ. അവിടെയല്ലേ? ലോകത്തിന്റെ ഏത് കോണിൽ പോലും മലയാളം ഉണ്ടാവും. എല്ലാ രാജ്യത്തുണ്ട്. ഇങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് കണ്ട ഒരു ഹൈലൈറ്റ് ഒരു പരിപാടിയായിരുന്നു. പാകിസ്ഥാൻ സഞ്ചരിച്ച, പാകിസ്ഥാനിലെത്തിയ ആദ്യത്തെ മലയാളി വ്ളോഗർ. ആ ഒരു ടാഗ് ലൈനും കൂടി ഉണ്ടല്ലേ? അത് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും പല അഭിപ്രായങ്ങളാണ്. കുറെ പേർക്ക് പേടിയുണ്ട്. അപ്പൊ അവിടെ ചെന്ന് വിസിറ്റ് ചെയ്ത് വ്ളോഗ് എടുത്ത ഒരാളെന്ന നിലയിൽ എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് ആക്ച്വലി അത് ഒരു പ്രതീക്ഷിക്കാതെ വന്നൊരു ട്രിപ്പായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ പിന്നെ നേരെ വിട്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോയതാ. പക്ഷെ ഞാൻ പോണ സമയത്ത് ഇന്നത്തെ പോലെ പ്രശ്നമില്ല. ഇന്ന് കുറച്ചും കൂടി ഇഷ്യൂ ആയിരിക്കും പോയി കഴിഞ്ഞാൽ. കാരണം ആ പേൽഗാം പ്രശ്നത്തിന് ശേഷം ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ഒരു ഇന്ത്യൻ അവിടെ ചെന്നിറങ്ങിയാൽ ചിലപ്പോൾ അവർ പ്രശ്നമാക്കാൻ സാധ്യതയുണ്ട്, ആൾക്കാരാണെങ്കിലും. പക്ഷെ ഞാൻ അതിന് തൊട്ട് മുമ്പാണ് പോയത്. അപ്പോൾ അന്ന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം അന്ന് അവിടുത്തെ മെയിൻ സിറ്റിയൊക്കെ കവർ ചെയ്യാൻ പറ്റി. വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ റെസ്ട്രിക്റ്റഡ് ആണ്. നമ്മുടെ കൂടെ എപ്പോഴും തോക്ക് പിടിച്ച് പോലീസുകാരുണ്ടാവും. പിന്നെ അങ്ങനെ നമ്മളെല്ലായിടത്തേക്കൊന്നും വിടുകയൊന്നുമില്ല. അവര് പറയണ ഒരു സ്ഥലത്തോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ആ ഒരു ഫ്രീഡം ഇല്ല. അങ്ങനെ പറ്റില്ല, റെസ്ട്രിക്റ്റഡ് ആണ് പോകാനായിട്ട്. പക്ഷെ എന്നാലും മെയിൻ സ്ഥലങ്ങളൊക്കെ കാണാം. ഞാൻ പ്രത്യേക പെർമിറ്റ് ഒക്കെ എടുത്തിട്ട് ആണ് ലോക്കൽ മാർക്കറ്റൊക്കെ ഇറങ്ങിയത്. ഇപ്പോഴൊരു ഗൈഡ് കൂടെ വരും. പുള്ളിയുടെ പുറത്ത് ലോക്കൽ മാർക്കറ്റൊക്കെ കവർ ചെയ്താൽ അത് സ്പെഷ്യൽ പെർമിഷൻ വേറെ എടുക്കണമായിരുന്നു. നമ്മൾ പോയി അപേക്ഷിച്ചെടുത്ത് എന്നിട്ടാണ് അങ്ങനെയൊക്കെ പോയത്. അപ്പൊ അവിടെയുള്ള നാട്ടുകാരുടെ ലോക്കൽസിന്റെ ഒക്കെ ഒരു റിയാക്ഷൻ ഒക്കെ എന്തായിരുന്നു? അവർക്ക് അത്ഭുതമാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് ഒരാള് വരാന്ന് പറഞ്ഞാല് ഒരു അവരങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അവര് പലർക്കും അത്ഭുതമാണ്. ഇന്ത്യ എന്നാ നിങ്ങൾക്ക് എങ്ങനെ വിസ കിട്ടിയെന്നൊക്കെയാണ് അവർ ചോദിക്കണം. അങ്ങനെ ആ സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ്, അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇന്ത്യന്ന് ആള് വന്നേക്കണം എന്നൊക്കെ. അവര് ഏതെങ്ങനെ വന്നു, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ശരിക്കും എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ് ഒക്കെ? എങ്ങനെ അതെന്താ സംഭവം എന്ന് വെച്ചാല് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല. പിൽഗ്രീം ടൂർ ഉണ്ട്. എന്ന് വെച്ചാല് അവിടുത്തെ ഗുരുദ്വാരകൾ, അതായത് പണ്ട് വിഭജനം നടന്നപ്പോ പഞ്ചാബാണല്ലോ വിഭജിച്ചു പോയത്. അപ്പൊ അവിടെ പാകിസ്ഥാൻ സൈഡും പഞ്ചാബാണ്, നമ്മുടെ സൈഡും പഞ്ചാബുണ്ട്. അപ്പൊ ഈ പഞ്ചാബികളുടെ ഗുരുദ്വാരകൾ രണ്ട് രാജ്യത്തായി പോയി. പക്ഷെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റും. അവർക്ക് വിസ കിട്ടും. കാരണം ഈ തീർത്ഥാടന സ്ഥലങ്ങളൊക്കെ അവിടെയാണ്. പിന്നെ ഗുരുനാനാക്കിന്റെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉള്ളത് പാകിസ്ഥാനിലാണ്. അപ്പൊ ഇവർക്ക് അങ്ങ് പോകാൻ പറ്റും. അങ്ങോട്ടേക്കുള്ള ട്രിപ്പും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനു മുമ്പ് മധ്യപ്രദേശിൽ ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് പരിചയമുള്ള ഡൽഹിക്കാരനൊരു കൂട്ടുകാരുണ്ട്. അപ്പൊ അവനാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ട് നമുക്ക് പോയാലോ എന്നൊക്കെ പറഞ്ഞ് അയച്ചു. അപ്പൊ എനിക്കാദ്യം വിശ്വാസമായില്ലേ, ഇത് ഇങ്ങനെ പോയാൽ പണിയാവോ എന്നറിയത്തില്ലല്ലോ. പൊതുവെ പാസ്പോർട്ടിൽ ഇവരുടെ വിസയ്ക്ക് വന്ന പ്രശ്നം എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ അതിനുശേഷം ഇത്ര രാജ്യങ്ങൾ പോയി. അപ്പൊ അങ്ങനെ ആദ്യം കൺഫ്യൂഷൻ പോണോന്ന് ആലോചിച്ച്, പിന്നെ വിചാരിച്ചാൽ എന്തായാലും പോയാൽ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ, ഇനിയൊന്നും ജീവിതത്തിൽ അപ്പോൾ പോകാൻ പറ്റില്ല. കറക്റ്റ് തീരുമാനമായിരുന്നു, ഇനി പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഞാൻ അത് റെഡിയാക്കി. ഡൽഹിയിൽ പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷൻ ഉണ്ട്. അപ്പൊ അവിടെയാണ് വിസക്ക് അപേക്ഷിക്കണം. അതിന്റെ ഫോമുണ്ട്. ഫോമൊക്കെ ഫില്ല് ചെയ്ത് പാസ്പോർട്ടും കൊടുത്ത് ഒരാഴ്ച എടുത്തു. ഒരാഴ്ചക്കും വിസ അടിച്ച്, വിസ ഇങ്ങനെ എഴുതിയൊക്കെയാണ് വെച്ചേക്കണം. അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇന്ന സ്ഥലങ്ങൾ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ സ്ഥലത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ചെന്ന് മറ്റേ വാഗാ ബോർഡർ ക്രോസ് ചെയ്ത്
അങ്ങനെയാണ് അങ്ങോട്ടേ പോണത്. പക്ഷെ ഓരോ സിറ്റിയിലോട്ട് പോകുമ്പോഴും എൻ്റർ ചെയ്യുമ്പോഴും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യണം നമ്മൾ. അങ്ങനത്തെ ഒരു വേറൊരു പേപ്പറും കൂടി തരും. അതിനകത്ത് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ സീലും അവിടുത്തെ ആളെ ഒപ്പൊക്കെ ഇട്ട് തന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ റിപ്പോർട്ട് ചെയ്ത് വേണം പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റഡ് ആണ്. വിചാരിക്കുന്ന അത്ര സിമ്പിളായിട്ട് അങ്ങ് പോകാൻ പറ്റില്ല. എന്നാലും കാണാം. ഇത്രയും പോയത് തന്നെ വലിയ കാര്യം. സത്യം. കാരണം എല്ലാവർക്കും ഭയങ്കര ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയ യാത്രകളിൽ ഒന്നായിരിക്കില്ല ആ ഒരു പാകിസ്ഥാൻ. തിരിച്ചു വന്നതിന് ശേഷം ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്ന ആ ഒരു യാത്രയെ കുറിച്ച്. അങ്ങനെ കൂടുതൽ പേര് ഇത് എങ്ങനെ പോയി എന്നാണ്. കാരണം ആരും പോയി കണ്ടിട്ടില്ലല്ലോ. ഇവിടെ നമുക്ക് അല്ലാണ്ട് പോകാനൊരു ഓപ്ഷൻ ഉണ്ട്. കർത്താർപൂർ കോറിഡോർ എന്ന് പറയുന്ന ഒരു വഴി, അവിടെ ഒരു ഗുരുദ്വാര കാണാൻ പോകാം. പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള ജസ്റ്റ് എനിക്ക് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി ഗുരുദ്വാര കണ്ട് തിരിച്ചു പോകാം. നമുക്ക് വിസയൊന്നും വേണ്ട. ജസ്റ്റ് അപേക്ഷ കൊടുത്താൽ മറ്റേ എന്താണ് അതിൻ്റെ ഒരു പെർമിറ്റ് ഒന്ന് എടുത്താൽ മതി ഓൺലൈനിൽ. പക്ഷെ നമുക്ക് എന്ന് വെച്ചാൽ ലോക്കൽ സ്ട്രീറ്റുകൾ പോകാൻ പറ്റി. ശരിക്കും ഏറെക്കുറെ അവിടുത്തെ കുറെ പ്ലേസസ് അവിടുത്തെ ജീവിതം എന്താണെന്ന് കാണാൻ പറ്റും. എന്താ ശരിക്കും അവിടുത്തെ ജീവിതം നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് എന്ന് വെച്ചാല് എനിക്ക് അവിടെ മനസ്സിലായത് കുറച്ചൊക്കെ പരിതാപകരമാണ്. കുറെ ഇപ്പൊ ലോക്കൽ മാർക്കറ്റൊക്കെ ഉണ്ടായാലും ഭയങ്കര കച്ചറായിട്ട് കിടക്കുന്നതും ആൾക്കാർക്കൊന്നും ഒരു ഡെവലപ്മെന്റ് ഇല്ലാത്ത പോലത്തെ ഒരു സംഭവം ആൾക്കാരും ഉണ്ട്. എന്നാൽ റിച്ച് സൈഡ് വേറെ ഉണ്ട്. അവിടുത്തെ നൈറ്റ് ലൈഫിലൊക്കെ പോയായിരുന്നു. ഭയങ്കര നൈറ്റ് ലൈഫും ആഘോഷമൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവിടെ വരുന്നത് ഒരു എനിക്ക് നമ്മള് മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് എന്ന് വെച്ചാൽ 2 വിഭാഗം ആൾക്കാരും ഉണ്ട്. നമ്മൾ നല്ലൊരു പോർഷനിലും പോയി ഏറ്റവും മോശാവസ്ഥ കിടക്കുന്ന സ്ഥലത്തും പോയായിരുന്നു. എനിക്ക് നമ്മുടെ ഇപ്പൊ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കണ്ടില്ല ഭയങ്കര ദാരിദ്ര്യം പിടിച്ച ആൾക്കാരുണ്ട്. എന്നാൽ റിച്ച് സൈഡ് വേറെ ഉണ്ട്. അതേപോലെ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെ. ഇതൊരു മറക്കാൻ, അതായത് പെട്ടെന്ന് ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ബെസ്റ്റസ്റ്റ് മെമ്മറി, അതായത് ഒരിക്കലും എന്ത് മറന്നാലും ഇത് ഞാൻ മറക്കില്ല എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? എനിക്കറിയാം കുറെ ഉണ്ടാവുന്നു. കുറെ സ്ഥലങ്ങൾ പോകുന്നുണ്ട്, പല പല കാര്യങ്ങൾ നടക്കും. എന്ന് വെച്ചാൽ നല്ലതുകൊണ്ടും പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തെങ്കിലും അങ്ങനെ ചോദിച്ചാല് പെട്ടെന്ന് ഓർക്കുമ്പോ റീസെന്റ് നടക്കുന്നതൊക്കെ ഓർമ്മ വരുള്ളൂ. എന്നുവെച്ചാൽ നല്ലതോ? നല്ലതെന്ന് പറഞ്ഞാല് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് എനിക്ക് മെമ്മറിയിലൊക്കെ വരുന്നില്ല. എന്തെങ്കിലും മോശാനുഭവങ്ങൾ ഉണ്ടായിരുന്നോ? മോശാനുഭവം എന്ന് വെച്ചാല് അത് ചിലപ്പോ പെട്ടെന്ന് വരുമായിരിക്കും. അല്ല അങ്ങനെ വെച്ചാൽ ഇപ്പൊ ഈ മൊബൈൽ പോയ കേസ് ഉണ്ട്. പിന്നെ ബ്രൂണെ എന്ന് പറയുന്നൊരു ചെറിയ രാജ്യമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഭയങ്കര ഒരു റേസിസം പോലത്തെ ഒരു സംഭവം ഫീൽ ചെയ്തത്. അന്ന് ആ പാകിസ്ഥാനായിട്ടുള്ള ഇഷ്യൂ നടക്കണേണ്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഒരാള് ഇന്ത്യനാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഇടിക്കാനൊക്കെ വന്നതിലേക്ക് വന്നു. എന്നിട്ട് ഒരാൾ പാകിസ്ഥാൻ സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാനൊന്നും മിണ്ടില്ല. ഞാൻ കൈയ്യട്ടി ഇവിടെ എവിടം വരെ പോകുന്നത്. ഇത് ടോയ്ലറ്റിന്റെ പരിസരത്തായതുകൊണ്ട് എൻ്റെ കയ്യിൽ ക്യാമറ എടുത്തു വെച്ചേക്കായിരുന്നു. അല്ലെങ്കിൽ അത് വീഡിയോ എടുക്കായിരുന്നു. വീഡിയോ കിട്ടിയില്ല. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഈ റീസെന്റ് ബ്രൂണെ എന്ന് പറയുന്ന രാജ്യത്തൊക്കെ ഉണ്ടായി. പിന്നെ അങ്ങനത്തെ കുറെ. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു കുഞ്ഞു ടാസ്കിലേക്ക് പോവാം. അപ്പൊ ഞാൻ ചേട്ടൻ പോയ കുറച്ച് സ്ഥലങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എടുത്തിട്ട് ആ സ്ഥലത്തെ ഒരു ബെസ്റ്റ് തിങ് എന്താന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മളിപ്പോ നാളെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണം, ആ സ്ഥലത്ത് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരോടും പറയില്ലേ, അതെന്താന്ന് പറഞ്ഞാൽ മതി. ഇത് വെച്ചോ. എല്ലാത്തിനും പറയണം. എല്ലാം എടുക്കണം. ഓരോ സ്ഥലം എടുത്തിട്ട് അവിടുത്തെ ഒരു ബെസ്റ്റ്. ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിൽ ഞാൻ റോഡ് ട്രിപ്പാണ് നടത്തിയത്. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി എടുത്ത് ന്യൂസിലാൻഡിൽ എന്ന് പറഞ്ഞാൽ 2 ഐലൻഡാണ്. നോർത്ത് ഐലൻഡ്, സൗത്ത് ഐലൻഡ് ഉണ്ട്. അപ്പോൾ നോർത്തിൻ്റെ ഏറ്റവും അറ്റം തൊട്ട് സൗത്ത് ഐലൻഡിൻ്റെ ഏറ്റവും അറ്റം വരെ ഞങ്ങൾ റോഡ് ട്രിപ്പ് നടത്തി. അതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. രക്ഷയില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പോയതിൽ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം നമ്മുടെ പാർക്ക് എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു രാജ്യം മൊത്തം പാർക്കായി ഇങ്ങനെ ഇരിക്കും. അതാണ് ന്യൂസിലാൻഡ്. പിന്നെ ഏത് കാട്ടിലും കിടന്നുറങ്ങാം. പാമ്പില്ല, വണ്ടില്ല, മറ്റേ തേളില്ല, എട്ടുകാലില്ല, ഒരു സാധനമില്ല അവിടെ. അങ്ങനെ അതായത് മനുഷ്യനെ ഉപദ്രവിക്കുന്ന ജീവികൾ ഒട്ടുമില്ല. അങ്ങനത്തെ എന്നുവെച്ചാൽ നമുക്ക് പ്രശ്നമാവുന്ന ജീവികളൊന്നുമില്ല. അത് എവിടെ കിടക്കാം.
അയ്യോടാ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. ആ റോഡ് ട്രിപ്പാണ് നമ്മൾ ചെയ്തത്. എല്ലാ സ്ഥലത്തും പോയി. പറ്റിയാൽ എനിക്ക് തോന്നുന്നു പോകാൻ പറ്റിയാൽ പോകേണ്ട ഒരു സ്ഥലമാണ് ന്യൂസിലാൻഡ്. പക്ഷെ എന്താ വേറൊരു വർഷം നമുക്ക് ഇവിടെ നിന്ന് അവിടം വരെ ട്രാവലിംഗ് ഇത്തിരി ദൂരമുണ്ട്. ഓസ്ട്രേലിയയും കഴിഞ്ഞു പോകണം. പിന്നെ ജെറ്റ് ലാഗ് എന്ന് പറയുന്ന സാധനം കൂടി വരും. എന്ന് വെച്ചാൽ ഇന്ത്യൻ ടൈമായിട്ട് എനിക്ക് തോന്നുന്നു 7 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ, അതായത് ഇവിടെ ഉറങ്ങണ സമയത്താണ് അവിടെ പകല്. എന്ന് വെച്ചാൽ ഈ ടൈം ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഉറക്കത്തിന്റെ പ്രശ്നം. നമുക്ക് അവിടെ രാവിലെ ആകുമ്പോൾ ഉറക്കം വരും. അവിടെ പകലാകുമ്പോ നമുക്ക് ഉറങ്ങാത്തതിന്റെ ഒരു ഫീലിംഗ് ആയിരിക്കും. കുറച്ച് ദിവസം എടുക്കുക ശരിയാവാൻ. അപ്പൊ ആ ഒരു ടൈമിംഗ് ഗ്യാപ്പും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ പോയാൽ അടിപൊളിയാണ്. അടിപൊളി. ഈ നമ്മുടെ വാൾപേപ്പറിലൊക്കെ കാണുന്ന സ്ഥലം പോലെ അല്ലേ? നമ്മുടെ ഞാൻ അവിടെ പോയ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഇത് കണ്ടായിരുന്നു എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് ഞാൻ പിൻ ചെയ്തിട്ടാണ് ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഇതാണോ വാൾപേപ്പറിൽ പോലത്തെ? വിൻഡോസിന്റെ വാൾപേപ്പർ. ന്യൂസിലാൻഡ്. ഇതാ ഞാൻ പറഞ്ഞേ. ശരിയാ, വിൻഡോസിന്റെ വാൾപേപ്പർ എടുത്ത സ്ഥലം അവിടെയാണ്. അതേപോലത്തെ കുറെ കിട്ടില്ല, മൊത്തം അടിപൊളി സ്ഥലങ്ങൾ. പിന്നെ വേറെ എനിക്ക് ഡെയിലി ഭൂകമ്പം ഉണ്ടാവുന്ന സ്ഥലമാണ്. ഭൂകമ്പം ഉണ്ടാവും അവിടെയോ? എന്നുവെച്ചാ മറ്റേ റിംഗ് ഓഫ് ഫയറിന്റെ ഭാഗമെന്ന് തോന്നുന്നു. പക്ഷെ അത് എന്നുവെച്ചാ നമ്മളറിയത്തില്ല. പല സ്ഥലത്തും ഉണ്ടാവുന്നുണ്ട്, ചെറിയ ചെറിയ കുലുക്കങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെ നമ്മളറിയാത്ത സംഭവങ്ങളാണ്. ഇപ്പൊ ജപ്പാനിൽ ഇതുപോലെ ഡെയിലി ഭൂകമ്പം നടക്കണ്ടാവും. മേജർ സാധനം വരുമ്പോഴാണ് നമ്മൾ അറിയണേ. ചെറുത് എല്ലാ ദിവസവും കാണും. ഇത് കുറേ ഉണ്ടല്ലോ, ഇത് പറഞ്ഞൊന്നും തീരില്ല കേട്ടോ. ആൻഡമാൻ ഇപ്പൊ റീസെന്റ് പോയിട്ട് വന്ന. ശരിക്കും മലയാളികൾ അധികം പോക്ക് കുറവാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം അവിടെ ചെല്ലുമ്പോൾ മലയാളികൾ ഭയങ്കര കുറവാണ്. പക്ഷെ ഒരിക്കലെങ്കിലും പോകേണ്ട സ്ഥലമാണ് ആൻഡമാൻ. ഭയങ്കര, ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും വൈകി പോയെന്നാണ് ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ നീൽ ഐലൻഡ്. നീൽ എന്നുള്ള പഴയ പേരാണ്. ഷഹീദ് ദ്വീപ് പേരൊക്കെ മാറ്റിയായിരുന്നു. എല്ലാത്തിനും പേര് മാറ്റി, ദ്വീപുകളുടെ പേര്. ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നല്ലോ ആൻഡമാൻ. അപ്പോൾ ആ സമയത്ത് ഇട്ട പേരുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ 2018 മാറ്റി. ഇപ്പോൾ പോർട്ട് ബ്ലെയർ എന്നുള്ള സ്ഥലത്തിൻ്റെ പേര് ശ്രീവിജയപുരം എന്നാക്കിയിട്ടുണ്ട്. പിന്നെ സ്വരാജ് ദ്വീപ്, അങ്ങനെ സ്ഥലങ്ങളുടെ പേരൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ത്രിവർണ്ണ പതാക ഉയർത്തിയത് ആൻഡമാനിലാണ്. അതേപോലെ അന്റാർട്ടിക്ക പോയിട്ടല്ലേ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തിയത്? അതേപോലെ നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഫ്ലാഗ് ഉയർത്തിയ സ്ഥലം ആൻഡമാനാണ്. അത് സുഭാഷ് ചന്ദ്രബോസ്. അതുപോലെ കുറെ അതെന്ന് വെച്ചാൽ അത് ഹിസ്റ്ററി. പിന്നെ സെല്ലുലാർ ജയിലൊക്കെ ഭയങ്കര ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണല്ലോ. ഇവിടുന്ന് ബ്രിട്ടീഷുകാർ നാട് കടത്തിയിട്ട് ആളുകളെ കൊണ്ട് ഇട്ട സ്ഥലമൊക്കെ ആണല്ലോ. കാലാപ്പാനി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുറെ ഹിസ്റ്റോറിക്കൽ പ്ലേസും ഉണ്ട്. അതൊക്കെ കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. പിന്നെ ഈ പറയുന്ന പോലെ പച്ച കളർ കടല്, ഭയങ്കര ഭംഗിയുള്ള കടല്, ഇഷ്ടം പോലെ ബീച്ചസ് ഉണ്ട്. ബീച്ച് ആക്ടിവിറ്റീസ് ആണ് കൂടുതൽ. പക്ഷെ അതിനകത്ത് ഈ ഹാവലോക്ക് ഐലൻഡിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത്. പിന്നെ നീൽ ഐലൻഡ്, ഈ 2 ഐലൻഡാണ് മെയിൻ ആക്ടിവിറ്റി ഏരിയ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന നീൽ ഐലൻഡ് അല്ലെങ്കിൽ ഷഹീദ് ദ്വീപ്. കൊച്ചു ഐലൻഡാണ്, 7 കിലോമീറ്റർ ഉള്ളൂ. ഒരു ബൈക്ക് റെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് മൊത്തം ചുറ്റി കുറച്ചു നേരം കൊണ്ട് കാണാം. കുറെ കിടിലൻ ബീച്ചുകളുണ്ട്, ഭയങ്കര ഭംഗിയുള്ള ബീച്ചുകൾ. സൺസെറ്റൊക്കെ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ആൻഡമാൻ. പിന്നെ ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ ഒരേ ഒരു വോൾക്കാനോ ഉള്ള സ്ഥലം, ആക്റ്റീവ് വോൾക്കാനോ. പിന്നെ ഇന്ത്യയിൽ ഒരു മഡ് വോൾക്കാനോ ഉള്ളത് അവിടെ തന്നെയാണ്. മഡ് വോൾക്കാനോ എന്ന് പറഞ്ഞാൽ ചെളിയാണ് വന്ന, തണുത്ത ചെളി വരും. എന്ന് വെച്ചാൽ ഭൂമിക്കടിയിൽ മീഥേൻ വാതകം ഉണ്ടാവും. ഇത് പുറത്തോട്ട് വരുമ്പോൾ അതിന്റെ പ്രഷറിൽ താഴെ കിടക്കുന്ന ചെളിയും മണ്ണും വെള്ളമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വരും. ഇതിനാണ് മഡ് വോൾക്കാനോ എന്ന് പറയുന്നത്. അത് ഉള്ളത് ആൻഡമാനിലാണ്, ഇന്ത്യയിൽ വേറെ ഒന്നുമില്ല. നോളജും കിട്ടുമല്ലേ. പിന്നെ മറ്റേ നൻപൻ സിനിമ കണ്ടിട്ടുണ്ടോ വിജയ? അത് ലാസ്റ്റ് സീനില്ലേ, ഒരു ബീച്ച് സൈഡിൽ വെച്ചിട്ട് ഇവൻ മറ്റേ സയന്റിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്ന, അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ആൻഡമാനിലെ സ്മിത്ത് എന്താണ് ഡിഗ്ലിപ്പൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് നോർത്ത് ആൻഡമാനിൽ. അവിടെ ഒരു ഐലൻഡ് ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തേക്കണം. റോസ് ആൻഡ് സ്മിത്ത് ഐലൻഡ്. അങ്ങനത്തെ കുറെ ഇൻട്രസ്റ്റിംഗ്
സ്ഥലമാണ്, കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇതേതാ, ചൈനയോ? എന്താ ചൈനയും ഇതുപോലെ തന്നെ കേട്ടോ, കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. പണ്ടൊക്കെ നമ്മൾ പറയും യൂറോപ്പ് ഒരു തവണയെങ്കിലും പോയി കാണണം എന്നൊക്കെ പറയില്ലേ, പക്ഷെ ഞാൻ പറയുന്ന ഒരു തവണയെങ്കിലും ചൈന പോയി കാണണം എന്നാണ്. അത്രയും സെറ്റപ്പാണ് അവരുടെ സിറ്റിയൊക്കെ, ഒരു രക്ഷയില്ല. ടെക്നോളജി ഉണ്ടോ അവിടെ? എല്ലാ സെറ്റപ്പും ഉണ്ട്, ഇല്ലാത്തൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ക്യാഷ്ലെസ് ആണ്. നമുക്കും അത് യൂസ് ചെയ്യാൻ പറ്റും അവിടുത്തെ ആപ്പ് വെച്ചിട്ട്. ഞാനൊക്കെ പേയ്മെന്റ് ചെയ്യുന്ന അവിടെ ചെന്നപ്പോൾ അങ്ങനെയായിരുന്നു. ക്യാഷിന്റെ പരിപാടിയൊന്നുമില്ല. ഏത് പെട്ടിക്കട ചെന്നാലും മറ്റേ മൊബൈൽ എടുക്കുക, സ്കാൻ ചെയ്യുക, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നോക്കോളും. കാർഡ് യൂസ് ചെയ്യാം നമുക്ക്. പിന്നെ വണ്ടി ടാക്സി വിളിക്കാൻ എളുപ്പം. മറ്റേ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ഒരു സിറ്റി തന്നെയുള്ള മെട്രോന്റെ ലൈൻ കണ്ടാൽ തന്നെ ഞെട്ടും. ഒരു 10-16 ഒക്കെ ഇരിക്കും ലൈൻസ്. അത് ഭയങ്കര ഇമാര് ടെക്നോളജിയിൽ രക്ഷയില്ല. എന്ന് വെച്ചാൽ ഈ കാലത്തിനനുസരിച്ചുള്ള അപ്ഡേഷനെ. പിന്നെ ട്രെയിനിന്റെ സിസ്റ്റം, ഹൈ സ്പീഡ് ട്രെയിൻ, അതൊക്കെ ഈ 2500 കിലോമീറ്ററൊക്കെ ഏതാണ്ടും എത്ര മണിക്കൂറുകളിൽ നമുക്ക് ട്രാവൽ ചെയ്ത് എത്താൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഡൽഹി പോകണമെങ്കിൽ തന്നെ 2 ദിവസം എടുക്കും, 48 മണിക്കൂർ. അവിടെ 5-6 മണിക്കൂറിലെത്താം. അതാണ് അതിൻ്റെ വ്യത്യാസം. അടിപൊളി. നെക്സ്റ്റ് ഇതെന്താ, അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിൽ പോയി ഫ്ലാഗ് ഉയർത്തിയത് നമ്മൾ പറഞ്ഞില്ല. അത് ഇന്ത്യൻ ഫ്ലാഗ്. അത് ഞാൻ എപ്പോഴും ഇതുപോലത്തെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു ഇന്ത്യൻ ഫ്ലാഗ് കയ്യിൽ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു മുണ്ടും കാണും, വെള്ളമുണ്ട്. ഞാൻ അവിടെ പോയിട്ട് ഫ്ലാഗ് പൊക്കിയൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ അവിടെ വെച്ചിട്ട് തന്നെ മുണ്ട് കൊടുത്തിട്ടൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. അതൊരു വ്യത്യസ്ത സംഭവമായിരിക്കുമല്ലോ, മലയാളി തനിമയിൽ അന്റാർട്ടിക്കയിൽ ഈ മൈനസ് ടെമ്പറേച്ചറിൽ. അതെങ്ങനെ നിന്നു അപ്പോ? ആക്ച്വലി നമുക്ക് ഇറങ്ങുമ്പോൾ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് മുണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം ഇത്രയും ടൈം എടുക്കും. ലാൻഡ് ചെയ്തിട്ട് തിരിച്ച് കയറണമെങ്കിൽ ചിലപ്പോൾ 3-4 മണിക്കൂർ എടുക്കും. അത്രയും സമയം മുണ്ട് കൊടുത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ആദ്യത്തെ പ്ലാൻ വിചാരിച്ചാൽ ഇറങ്ങിയിട്ട് ലാൻഡ് ചെയ്തിട്ട് ആ ലാൻഡിൽ നിന്നുകൊണ്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ഭയങ്കര നമ്മൾ വിചാരിക്കുന്നത് അത്ര എളുപ്പമല്ല. ഒന്നാമത് റെസ്ട്രിക്ഷൻ ഉണ്ട്. മറ്റേ കാലിലൊക്കെ കെമിക്കലാക്കിയിട്ട് വേണം ഇറങ്ങിയും കയറിയൊക്കെ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പെങ്കിൻസിനൊക്കെ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാൻ. പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പാടാം. അപ്പോൾ നമുക്ക് പാൻറ്റൊക്കെ ഇട്ട് തന്നെ പോകണം. പിന്നെ മഞ്ഞായതുകൊണ്ട് നനയും, വാട്ടർ പ്രൂഫ് പാൻറ് വേണം. അപ്പോൾ അതിൻ്റെ ഒക്കെ മുണ്ടൊക്കെ കൊടുക്കൽ തലവേദനയായിരിക്കും. ഞാൻ പിന്നെ ഫോട്ടോ എടുത്ത കപ്പലിൽ തന്നെ നിന്നുകൊണ്ട് അങ്ങനെ ഫോട്ടോ എടുത്ത് അതേ പറ്റിയിട്ട് ഫോട്ടോ എടുക്കുന്നു, പെട്ടെന്ന് ഓടി അകത്ത് കയറുന്നു. അങ്ങനെയായിരുന്നു എടുത്ത്. കാരണം കുറേ നേരം നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആ അന്റാർട്ടിക്ക സർക്കിളും ക്രോസ് ചെയ്തായിരുന്നു. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ 90 ഡിഗ്രിയാണല്ലോ ഏറ്റവും അടിയിൽ. 90 ഡിഗ്രിയോട്ട് എത്താന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എക്സ്പെഡീഷൻ, 1 മാസത്തെ നീള എക്സ്പെഡീഷനൊക്കെ വേണം. വലിയ എക്സ്പെൻസീവ്, 1 കോടി രൂപയൊക്കെ വേണം അങ്ങോട്ട് പോവാണെങ്കിൽ. അതും മറ്റേ പട്ടി വലിക്കുന്ന വണ്ടിയിലൊക്കെ സ്ലെഡ്ജ് ചെയ്തൊക്കെ പോകണം, കുറേ സമയം എടുക്കും. അപ്പം അത് പാടാ. പക്ഷെ നമ്മൾ ഭൂമിയുടെ ഏറ്റവും അടിയിൽ 66 ഡിഗ്രി വരെ നമ്മൾ ട്രാവൽ ചെയ്തായിരുന്നു. 66 ഡിഗ്രി സൗത്ത്. അപ്പോൾ അവിടെയാണ് അന്റാർട്ടിക്ക സർക്കിൾ എന്ന് പറയുന്ന, ഈ ഭൂമധ്യരേഖ എന്ന് പറയുന്ന സർക്കിൾ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ ക്രോസ് ചെയ്തതാണ് ആ ട്രിപ്പിൽ. അങ്ങനെ കുറേ സംഭവം. അത് കൊള്ളാം. അങ്ങനെ കുറേ നല്ല നല്ല കുറേ അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ടല്ലേ. ഇതുപോലെ ഇപ്പൊ നമ്മൾ ഈ സൈബീരിയ പോയി എന്ന് പറഞ്ഞില്ലേ, ഭൂമിയിലെ ഏറ്റവും തണുപ്പ് വരുന്ന സിറ്റിയാണത്. സൈബീരിയയിലെ യാക്കുസ്ക് എന്ന് പറയും. യാക്കുട്സ്ക് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് മൈനസ് ഇതുവരെ ടെമ്പറേച്ചർ വന്ന് -67 അല്ല -71 അത്രയൊക്കെ വന്നായിരുന്നു. അതാണ് ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സിറ്റി, യാക്കുട്സ്ക് എന്ന് പറയുന്നത്. അത് നിൽക്കുന്നത് പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതിനകത്താണ്. എന്നുവെച്ചാൽ ഭൂമിക്കടിയിൽ ഐസാണ്, ഐസിൽ നിൽക്കുന്ന സിറ്റിയാണത്. അതുകൊണ്ട് തന്നെ അവിടെ ബിൽഡിങ് ഭൂമി പണിയില്ല, തൂണുകളിൽ മാത്രമേ ബിൽഡിങ് പണിയുള്ളൂ. അന്നേരം ഭൂമിയിൽ നിന്ന് കുറച്ച് പൊക്കിയായിരിക്കും ബിൽഡിങ് നിൽക്കുക. എന്താ വെച്ചാൽ വീടുകളിൽ നിന്നുള്ള ചൂട് ഭൂമിയിലോട്ട് ഇറങ്ങിയ ഐസ് ഉരുകും. താഴെ കിടക്കുന്ന ഐസ് ഉരുകിയ വീടൊക്കെ പൊളിഞ്ഞു വീഴില്ലേ. അങ്ങനെ കുറെ സംഭവമൊക്കെ ഉണ്ട്. അന്റാർട്ടിക്ക പോയി അവിടെ വരെ എത്തിയല്ലേ. എന്തൊക്കെയാലേ നമ്മൾ എന്തൊക്കെ അറിയാത്തുണ്ട്. ഇതുണ്ട് ഇസ്രായേല്. ഇസ്രായേല് പൊതുവെ
കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റാണ്. ഞാൻ വീഡിയോ ഇട്ട സമയത്ത് കടിയിൽ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. ആക്ച്വലി നമ്മളന്ന് ചെയ്തത് ഒരു പിൽഗ്രീം ടൂറാണ്. അതായത് അറിയാലോ, ക്രിസ്ത്യൻസിന്റെ ഒരു ഹോളി ലാൻഡ്, വിശുദ്ധ നാടെന്നാണ് അവർ അറിയുന്നത്. അതായത് മറ്റേ യേശുക്രിസ്തു ജനിച്ച സ്ഥലം, പിന്നെ ഈ ബൈബിളിൽ പറയുന്ന സ്ഥലങ്ങള്, മാതാവിന്റെ വീട്, അങ്ങനെ കുറെ മറ്റേ മതപരമായ സ്ഥലങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. അത് അങ്ങനത്തെ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു. അത് റിലീജിയസ് പ്രശ്നമുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ ആ സമയത്തൊക്കെ ഞാൻ വീഡിയോ ഒക്കെ നിർത്തി വെക്കണ്ടെന്ന് ഓർക്കുന്നുണ്ട്. നമ്മൾ ഇടുന്നത് ആക്ച്വലി എന്താന്ന് മനസ്സിലാക്കാൻ പറ്റാണ്ട് അവരുടെ ചിന്തയിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ആളുകൾ ഭയങ്കര ചീത്തവിളിയും പോലും. എനിക്കറിയത്തില്ല എന്താ അങ്ങനത്തെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തത് കൊണ്ടാണോ അങ്ങനെ കമന്റ്സ് വന്നേ? എന്നുവെച്ചാൽ അത് വേറെ സബ്ജക്റ്റാണ്. സ്ഥലം വിസിറ്റ് ചെയ്തോണ്ടല്ല, എന്ന് വെച്ചാല് അപ്പൊ കനലിലേക്ക് നടക്കുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വാർ റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ബേസിലൊക്കെ തന്നെയാണ്. അങ്ങനെ കുറെ സംഭവം. സ്ഥലം കൊള്ളാം, അടിപൊളിയാണ്. പക്ഷെ അവരുടെ ടെക്നോളജി ഒക്കെ സമ്മതിക്കുന്നുണ്ട്. കാരണം ഇത് മരുഭൂമിയാ. മരുഭൂമിയിൽ അവരെ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവം, പ്രത്യേകിച്ച് കൃഷി. നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ന് പല സാധനങ്ങളും, ഇപ്പൊ നിങ്ങൾ കുഞ്ഞി തക്കാളി കണ്ടിട്ടുണ്ടോ? അതൊക്കെ ഇവരുണ്ടാക്കിയാണ്. മേഡ് ഇൻ ഇസ്രായേലാണ് അത് സാധനമൊക്കെ. മരുഭൂമിയിൽ അവർ കൃഷി ചെയ്യും. മരുഭൂമിയിൽ കൃഷി ചെയ്യുന്ന ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുന്ന ഇവരാണ്. അതുപോലെ ഉപ്പുവെള്ളം, കടൽ വെള്ളം കുടിവെള്ളമാക്കുന്ന ടെക്നോളജി ഇവരുടെയാണ്. ഇപ്പൊ സമീപത്തുള്ള ഇപ്പൊ ഈജിപ്തും ജോർദാനൊക്കെ യൂസ് ചെയ്യുന്ന ഇത് സെയിം ടെക്നോളജിയാണ്. അങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പല സ്ഥലത്തും നമ്മുടെ നാട്ടിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ സെയിം ടെക്നോളജി. അതായത് കടൽ വെള്ളം കുടിവെള്ളമാക്കുന്ന ടെക്നോളജി. ഇങ്ങനത്തെ കുറെ ടെക്നോളജി പഠിക്കാൻ അടിപൊളിയാണ്. അവരുടെ കുറെ സംഭവങ്ങൾ, കൃഷി ചെയ്യണ രീതി, കൃഷിയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. മനുഷ്യൻ നിന്ന് പോകണമെങ്കിൽ ഈ സാധനമൊക്കെ വേണം. ഞാൻ അവിടുത്തെ കുറെ ഫാമൊക്കെ വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവരെങ്ങനെയാണ്, അതായത് ശാസ്ത്രീയപരമായിട്ട് എങ്ങനെ കൃഷി ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2018 അല്ലേ, 18 മുതൽ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. കുറേ എക്സ്പീരിയൻസസ് ലൈഫിൽ വന്നിട്ടുണ്ട്. കുറേ ട്രാവലിംഗ് കൊണ്ട് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ വിശേഷങ്ങൾ നമുക്ക് ചോർത്തിയെടുക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പം ഇനിയും പുതിയ രാജ്യങ്ങൾ, ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കട്ടെ, ഒരുപാട് യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.